ഹായ്. ഞാനിപ്പോൾ ഒരു നീണ്ട യാത്രയിലാണ്. ഒരു രാജ്യത്തിൻ്റെ ഹിസ്റ്ററിയും അതിൻ്റെ ഭൂമിശാസ്ത്രപരമായ ഘടനയും പച്ചപ്പും പുതിയ പുതിയ മനുഷ്യരെ പരിചയപ്പെട്ട്, അതുകൂടാതെ തന്നെ ഇവിടെ വന്നപ്പം കണ്ടൊരു കാഴ്ചയാണ് വിവിധ ഇനത്തിലുള്ള ചെടികൾ, മരങ്ങൾ, ഇതെല്ലാം കണ്ടിങ്ങനെ യാത്ര മുന്നോട്ട് പോവുകയാണ്. അതുപോലെ തന്നെ ഭക്ഷണം. ഞാനിപ്പോഴും ഓർക്കുന്നു, സഞ്ചാരം എന്ന പരിപാടിയിലൂടെയാണ് ഞാൻ യാത്രയെ കൂടുതൽ ഇഷ്ടപ്പെട്ടു തുടങ്ങിയത്. ഞായറാഴ്ചകളിൽ KTSM ക്ലാസ് കഴിഞ്ഞ് ഓടി ഒന്ന് ഈ സഞ്ചാരം എന്ന പരിപാടിയുടെ മുന്നിലിരുന്ന് ഇങ്ങനെ സ്വിറ്റ്സർലാൻഡിൽ സൂറിച്ച് തടാകവും നെതർലാൻഡ്സും ഒക്കെ കണ്ട കാഴ്ചകൾ ഇപ്പോഴും എൻ്റെ കണ്ണിലുണ്ട്. ആ സമയത്തൊക്കെയാണ് ഈ യാത്രയുടെ ഒരു വിത്ത് എന്താണ് ഒരു വിത്തിട്ടതെന്ന് പറയാം. കാരണം എപ്പോഴാണ് നമുക്ക് ഈ സ്ഥലമൊക്കെ പോയി കാണാൻ വേണ്ടി പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് ചിന്തിച്ചായിരുന്നു. പിന്നീട് നമ്മുടെ ജീവിതം മുന്നോട്ട് പോയപ്പോൾ നമ്മൾ ഈ പല യാത്രയെയും കുറിച്ച് പ്ലാൻ ചെയ്യുമ്പോഴൊക്കെ ഒരുപക്ഷെ പല തടസ്സങ്ങളും കടന്നൊന്നും നടക്കാറില്ല. പ്രത്യേകിച്ച് ഈ ജോലിയിൽ നിന്നുള്ള ലീവ്, പിന്നെ അതുകൂടാതെ സാമ്പത്തികം, അങ്ങനെയൊക്കെ ഒന്ന്. പക്ഷേ പിന്നീട് ഇതിന്ന് ഒരു ഇൻസ്പിറേഷനായിട്ട് മാറിയത് നമ്മുടെ KR വിജയൻ ചേട്ടനാണ്. KR വിജയൻ ചേട്ടനും മോഹന ചേച്ചിയും. കാരണം അവർ ഒരു ചെറിയ ചായക്കട നടത്തി അതിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ വരുമാനം ദിവസവും മാറ്റി വെച്ച്, പിന്നെ അവർ യാത്ര പോകുന്ന സമയത്ത് പൈസ തികയാതെ വരുമ്പം സ്വർണം പണയം വെച്ചിട്ട് അല്ലെങ്കിൽ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് അവരെനിക്ക് തോന്നുന്നു, ഞാൻ ഇങ്ങനെ വായിച്ചപ്പം കണ്ടത് 14 വർഷത്തിനിടയ്ക്ക് അവർ 21 രാജ്യങ്ങൾ കണ്ട്. അപ്പോൾ അത് ഭയങ്കര ഒരു ഇൻസ്പിറേഷനായിട്ട് മാറി. എനിക്ക് തോന്നുന്നു KR വിജയൻ ചേട്ടനും മോഹന ചേച്ചിയും ആയിരിക്കാം ഇതിന് എൻ്റെ യാത്രയുടെ ഒരു ഇഷ്ടത്തിന് ഈ വളവും ഈ വെള്ളമൊക്കെ ഒഴിച്ചു തന്നെന്ന് അറിയാം. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇതാണ്, നമുക്ക് സാധിക്കുമെങ്കിൽ അവസരങ്ങൾ കിട്ടുമ്പോഴൊക്കെ യാത്ര ചെയ്യുക. നമ്മുടെ എല്ലാ സാഹചര്യവും ഒത്തുവന്ന്, അല്ലെങ്കിൽ നമ്മുടെ സാമ്പത്തികമായിട്ടൊക്കെ നമ്മൾ മെച്ചപ്പെട്ടതിന് ശേഷം ഒരു യാത്ര നടത്താൻ തീരുമാനിക്കുന്ന സമയത്തൊക്കെ നമ്മുടെ എനർജി നമ്മുടെ കൂടെ ഉണ്ടാവണമെന്നില്ല, ഇപ്പോഴത്തെ ആരോഗ്യം നമ്മുടെ കൂടെ ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ട് അവസരങ്ങൾ കിട്ടുമ്പോൾ യാത്ര പോവുക. യാത്രയിൽ നിന്ന് കിട്ടുന്ന ഗുണങ്ങൾ പലതരാണ്. കാരണം ഒരു യാത്രയിൽ നിന്ന് കിട്ടുന്ന ഓർമ്മകൾ, യാത്രയിൽ നിന്ന് കിട്ടുന്ന അനുഭവങ്ങൾ, അത് നല്ലതും ഉണ്ടാവും ചീത്തതും ഉണ്ടാവും. അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ എന്നും എപ്പോഴും ഒരു ഓർമ്മയായിട്ട് നിലനിൽക്കും. അതുപോലെ തന്നെ കുറേ വർഷങ്ങളൊക്കെ കഴിഞ്ഞു പോയാൽ ഈ ജീവിതം നമ്മൾ എത്രത്തോളം ആസ്വദിച്ചു എന്നൊന്നും ഒക്കെ നമുക്കൊരു തിരിഞ്ഞു നോക്കാനും കൂടെ പറ്റും, ഈ ചിത്രങ്ങളും ഈ വീഡിയോസിലൂടെയൊക്കെ കടന്നു പോകുമ്പോഴേ. അപ്പോൾ ഇങ്ങനെ ഇതൊക്കെ കണ്ടുകൊണ്ടിരുന്നപ്പോൾ അങ്ങനെ പറയണമെന്ന് തോന്നി. ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു.